ചേട്ടാ എന്തായിരുന്നു, കൊറിയറായിരുന്നോ? ആരാ ബുക്ക് ചെയ്തേ? ആ ഓക്കെ 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 ചേട്ടാ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഹായ്, അനി ആൻഡ് ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ അനുക്കുട്ടിക്കുള്ളൊരു ഗിഫ്റ്റാണ്, ഏട്ടനാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അനുക്കുട്ടി ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ഞാനൊന്ന് മയങ്ങിയപ്പോൾ ആരോ വന്ന് ഗേറ്റിൽ തട്ടുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, അല്ലാതെ എൻ്റെ നമ്പറിൽ പോലും വിളിച്ചില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ നമ്പറാണ് കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്കിനി ചെന്നിട്ട് നമുക്ക് അനുക്കുട്ടിയെ ഉണർത്തണം. എനിക്ക് ചെറിയ പനിയുണ്ട്, അതുകൊണ്ട് ആകെ വല്ലാണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അനുക്കുട്ടിക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അനുക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആവും. അനുവിനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് വരാം. ഞാൻ എപ്പോഴും പറയാറില്ല ഏട്ടന് ഭയങ്കരമായിട്ട് സർപ്രൈസ് തരുന്ന ഒരാളാണെന്ന്. കാരണം ഏട്ടന് അധികം സംസാരിക്കത്തില്ലെങ്കിൽ പോലും ആൾ ഭയങ്കരമായിട്ട് സർപ്രൈസ് തരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്, എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു അടിപൊളി ഗിഫ്റ്റാണ് അത്. ഇത് കാണിക്കുന്നുണ്ട്, ഡ്രസ്സാണ് കുഞ്ഞിനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊരു ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഏട്ടാ ഒത്തിരി നന്ദി, നമ്മുടെ മോൾക്ക് എന്നോട് പോലും പറയാതെ ഇങ്ങനെ സർപ്രൈസ് തന്നതിന്. അപ്പോൾ എന്തായാലും നമുക്ക് അനുക്കുട്ടിയെ പോയി പൊക്കിക്കൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് നോക്കാം എന്താണെന്ന്. നമുക്ക് ആദ്യം ഇതൊന്ന് സാനിറ്റൈസർ ചെയ്തെടുക്കാം. അപ്പോൾ അതായത് സാനിറ്റൈസർ ഒന്ന് ചെയ്തെടുക്കാം, എടുക്കുന്നതല്ലേ. സാനിറ്റൈസറൊക്കെ സ്പ്രേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ, വരാന്തിൽ തന്നെ വെക്കുക കേട്ടോ. ഇനി ഞാൻ അവളെ പോയി വിളിച്ചുകൊണ്ട് വരാം. ഞാനൊന്ന് പതുക്കെ ഡോർ തുറന്ന് പോയി നോക്കട്ടെ. ഉറക്കത്തിലാണ് ആൾ, നല്ല സൂപ്പർ ഉറക്കം ഉറങ്ങുന്നേ. അപ്പോൾ എന്തായാലും വിളിച്ചുകൊണ്ട് വരാം. അനുസേ അനുസേ അനു അനുക്കുട്ടി എന്നേക്കടാ. അനു 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 എഴുന്നേക്കതേ, അച്ചായി വന്നിട്ടുണ്ട്. അനുസേ, അമ്മയ്ക്ക് ഇച്ചിരി മിച്ചർ മേടിച്ചോണ്ടോ, നമുക്ക് ബ്ലാക്ക് ടീ ഇടാം. മിച്ചറ് ബാ പൊന്നെ, എഴുന്നേക്ക്. ഫാൻ ഓഫ് ചെയ്യണേ ഞാൻ. ബാ ചക്കരെ, ഒരു അച്ചായി വന്നിട്ടുണ്ട്, ബാ. ബാ. അതാ നമ്മുടെ കഥാനായിക കടന്ന് വരികയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും. അച്ചായി വണ്ടി വെക്കോ, ഇപ്പൊ വരും. നീ പൊട്ടൊക്കെ ഇരിക്കണ കണ്ടാ? അതെത്തിക്കുന്നുണ്ട്, തെറ്റിക്കോട്ട് വെച്ചേ പൊട്ട്. അനുവിന്റെ ഉറക്കമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോ അനുക്കുട്ടി നല്ല കുട്ടിയാണോ? ചുഞ്ചരി ആയിട്ടിരിക്കുക. ആ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് നല്ല സുന്ദരിയായിട്ടിരുന്നേ, ചക്കരക്കുട്ടിയായിട്ടിരുന്നേ. അതൊക്കെ വായി കടിച്ചി. ചുണ്ടരിയായിട്ടിരുന്നാല് ശുണ്ടരിയായിട്ട് കൈ നീട്ടി കണ്ണൊക്കെ അടച്ച് ശുണ്ടരിക്കുട്ടിയായിട്ടിരുന്നേ. കണ്ണടക്ക്. ഇതാ ഒരു സൂത്രം. നോക്ക്, ഇത് അമ്മയ്ക്കുള്ള ചുരിദാർ വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മയ്ക്കുള്ള ചുരിദാർ തള്ളല്ലേ വെറുതെ. ഇത് എനിക്കുള്ള ടോപ്പാന്ന് എനിക്ക് നല്ലോണം അറിയാം. ഇതാര് തന്നോന്നറിയാവോ? ഇല്ല, അച്ചായി മകൾക്കുള്ള ഗിഫ്റ്റ് ആണ്. ഇവിടെ പിക്ക് ഉണ്ട്, കണ്ട? പിക്ക് ഉണ്ടല്ലേ? അതെടുത്ത് മാറ്റി പൊട്ടിച്ച പൊട്ടിക്കാം. അച്ചായുടെ ഒന്നും പറയാൻ തോന്നുന്നില്ലേ ഇങ്ങനൊരു ഗിഫ്റ്റ്? അമ്മ പോലും അറിഞ്ഞില്ലടാ. അമ്മയോട് പറഞ്ഞില്ല. എടി കഴിഞ്ഞ ദിവസം രാത്രി അച്ഛൻ 1 മണിയായ വരെ അച്ഛൻ ഇവിടെ ഇരുന്നപ്പോ അമ്മ കഴിഞ്ഞ ദിവസം വഴക്കിട്ടോ, കിടന്നുറങ്ങുന്നില്ലേന്നും പറഞ്ഞ്. അച്ചായി നിനക്കുള്ള എന്ത് ബുക്ക് ചെയ്താ? ഈ നിമിഷം വരെ ഞാൻ അച്ഛനെ ഫോൺ വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല. അച്ഛൻ ഇന്ന് അറിയുന്ന എപ്പോഴായിരിക്കും അറിയാമോ? അച്ഛൻ ഇതിന്റെ ഇപ്പൊ അമ്മ ഇത് സെറ്റ് ചെയ്ത് വീഡിയോ ആക്കി ഇടണം. വീഡിയോ എഡിറ്റ് ചെയ്തിട്ടേക്കണം കേട്ടോ. അപ്പൊ അടിപൊളി സൂപ്പർ കളർ അല്ലേ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളറാണിത്. ഏതാ? പിങ്ക്. ഡാർക്ക് അല്ലേ? വാവ്, നല്ല കോമ്പിനേഷൻ. ഇല്ലാതില്ല, ഇച്ചിരി വലുപ്പക്കുറവ് തോന്നുന്നുണ്ട്. പക്ഷെ കറക്റ്റ് സൈസാണ്. കാരണം കുഞ്ഞിനേക്കാളും 2 വയസ്സിന് പ്രായക്കൂടുതലുള്ളവരുടെ 11 വയസ്സ് വരെയുള്ള പിള്ളേർ, ആ റേഞ്ചിലുള്ള 10-11 വയസ്സുള്ള പിള്ളേർക്ക്. അപ്പം മകളേക്കാളും വലിയ സൈസാണ് ശരിക്കും അച്ചായി ഓർഡർ ചെയ്തത്. പക്ഷെ
ഇതേ ഇലാസ്റ്റിക് ഇലാസ്റ്റിക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. സോഫ്റ്റ് ഇലാസ്റ്റിക് ആണ്. നല്ല ഭംഗി. ബട്ടൺസ്, ഫ്ലവർ. ബട്ടൺസ് അല്ല, അത് ചുമ്മാ പിടിപ്പിച്ചു. അത് ബട്ടൺ പോലെ ഇങ്ങനല്ലേ ഫ്ലവേഴ്സ്. സൂപ്പറാണ്, നല്ല ഭംഗിയുണ്ട്. ഇച്ചിരി ലെന്ത് കുറവ് തോന്നുന്നുണ്ടാവും. നമുക്ക് നോക്കാം, ഇട്ട് നോക്കാം. ഇല്ല കറക്റ്റ് പാകായിരിക്കും. ഇത് ഇൻസേർട്ട് ചെയ്യണം. വേണ്ട ഇതില്ലേ ഇലാസ്റ്റിക് ടൈപ്പ് ഇല്ലേ, അത് പുറമെ നിക്കണം, പാവാടയുടെ ഒപ്പം നിക്കും. നല്ല ഭംഗിയാണ്. സൂപ്പർ കയ്യും നല്ല ഭംഗിയാ അല്ലേ? ഇഷ്ടായോ കളറൊക്കെ? ആ പച്ചായുടെ താങ്ക്സ് പറയുന്നില്ലേ? അച്ചായോട് എന്തിനാ ഡാൻസ് പറയുന്നത്? എന്നാലും അങ്ങനെ ഒരു സന്തോഷം പറ. അത് വേണ്ട. എന്താ നന്ദി പറയാൻ പാടില്ലേ? നന്ദി പറയാൻ പാടില്ലെന്നല്ല. ഈ പാവാട അടിപൊളി. ഇറക്കം കുറവാ. അത് ഇറക്കം മുട്ട് വരെ നിൽക്കും. അതൊക്കെ മോക്ക് ഇപ്പോഴല്ലേ ഇടാൻ പറ്റുള്ളൂ, ഈ പ്രായത്തിലേക്ക്. ഇപ്പൊ ഷോർട്സ് ഒക്കെ മോൾ ഇടുന്നില്ലേ? അനുവിന്റെ ഡ്രസ് കണ്ടോ? ഇഷ്ടായോ മോളെ? അനുവിന് ഇച്ചിരി കൂടി ഇറക്കം വേണോന്നൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടെന്ന് എല്ലാരും പറയണം കേട്ടോ. എനിക്ക് തീരെ വയ്യ കേട്ടോ, അതാണ് എന്റെ ശബ്ദമൊക്കെ ഇങ്ങനെ അടഞ്ഞ് ഭയങ്കര തുമ്മലാണ്. അപ്പൊ എല്ലാരും ഇഷ്ടായെങ്കിൽ പറയണം കേട്ടോ, ഇഷ്ടായിന്ന്. അപ്പൊ നമ്മുടെ അനുവിന്റെ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനു ഇഷ്ടായടാ? ഇഷ്ടായി. ആണോ? അതെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഓൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കണ്ണൊക്കെ എഴുതി. അനു ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ ഇടാന്നും പറഞ്ഞ് അനുവിനെ കൊണ്ടൊരു ഫോട്ടോ എടുപ്പിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഏട്ടനോടാട്ടോ. എനിക്ക് സർപ്രൈസ് തന്നു. ഇനി നമുക്കൊരു കാര്യം ചെയ്യണം കേട്ടോ അനൂസേ. നമുക്ക് അച്ചായിക്കായിട്ട് ഒരു സർപ്രൈസ് കൊടുക്കണം, ഒരു ഗിഫ്റ്റ്. അപ്പോ ടാറ്റാ.